നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. 4-ാം ദിവസവും മഴ പെയ്ത് നേരത്തെ കളി നിർത്തി. പക്ഷേ ടീം ഇന്ത്യ വിജയത്തിന് തൊട്ടരികിലാണ്. ശ്രീലങ്കയുടെ 2-ാം ഇന്നിങ്സിൽ 6 വിക്കറ്റുകൾ ഓൾറെഡി അവർക്ക് നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് 16 റൺസ് മാത്രമാണ് ഇപ്പോൾ ലീഡുള്ളൂ. ഇന്ന് രാവിലെ അവർക്ക് ഫോളോ ഓൺ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. ദിനിഷയുടെ സെഞ്ചുറിയാണ് ആദ്യ ഇന്നിങ്സിലെ ശ്രീലങ്കയുടെ പ്രത്യേകത. ആദ്യ ഇന്നിങ്സിൽ പസിന്തു സൂര്യബന്ധാര 80 റൺസ് അടിച്ചിരുന്നല്ലോ. 2-ാം ഇന്നിങ്സിൽ പസിന്തു സൂര്യബന്ധാര 98 റൺസിന് ഔട്ടായി. ഡെബ്യൂട്ടനാണ് ഈ സീരീസിൽ അദ്ദേഹത്തിന് ഒരു അരങ്ങേറ്റ സീരീസിൽ സെഞ്ചുറിയുടെ തൊട്ടരികിൽ പക്ഷേ വീണു പോകുന്ന കാഴ്ച. സംഗതി എന്തായാലും ടീം ഇന്ത്യ വിജയത്തിന് തൊട്ടരികിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യ ഇന്നിങ്സിൽ അവർ 290 റൺസാണല്ലോ അടിച്ചിരുന്നത്. ഇന്ത്യയുടെ 503 മറുപടിയായിട്ട് 290 അവർ ഓൾ ഔട്ടായിരുന്നു. അപ്പം 200 മുകളിൽ ലീഡ് ടീം ഇന്ത്യക്ക് ഉള്ളത് കൊണ്ട് ഫോളോ ഓൺ ചെയ്യിച്ചു. ശ്രീലങ്കയുടെ 6 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് 2-ാം ഇന്നിങ്സിൽ. 229 എന്ന നിലയിലാണ് സ്റ്റംസിൻ്റെ സമയത്ത്. മഴ പെയ്ത് നേരത്തെ നിർത്തിയതാണ്. അപ്പോൾ ശ്രീലങ്ക ലീഡ്സ് ഓൺലി ബൈ 16 റൺസ്. ഇനി 4 വിക്കറ്റുകൾ പിഴുതെടുക്കണം നാളെ രാവിലെ. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ ടാർഗറ്റ് വരാനേ സാധ്യതയുള്ളൂ. നമുക്ക് അനായാസം മറികടക്കാൻ കഴിയേണ്ടതാണ്. അതാണ് ഇപ്പോൾ ഈ കളിയുടെ അവസ്ഥ. പൂർണ്ണമായും ടീം ഇന്ത്യയുടെ വരുതിയിലാണ്. 2-ാമത്തെ ഇന്നിങ്സിൽ ശ്രീലങ്ക തുടക്കത്തിൽ തന്നെ വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 4-ാമത്തെ ഓവറിൽ തന്നെ ലാഹിരു ഉദാരമടങ്ങി 15 പന്തുകളിൽ നിന്ന് 3 റൺസാണ് അദ്ദേഹം നേടിയിരുന്നത്. പിന്നെ കാമിൽ മിഷാരയും പസിന്തു സൂര്യബന്ധാരയും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. സ്കോർ ബോർഡ് 63 റൺസിൽ നിൽക്കവേ 15-ാമത്തെ ഓവറിലാണ് കാമിൽ മിഷാര മടങ്ങുന്നത്. ജഡേജ അദ്ദേഹത്തെ LBW ആക്കി വിടുകയായിരുന്നു. 39 പന്തുകളിൽ നിന്ന് 32 റൺസാണ് അദ്ദേഹം നേടിയിരുന്നത്. കാമിൻ ഡുമെന്റീസ് 92 പന്തുകളിൽ നിന്ന് 55 റൺസ് അടിച്ചപ്പോൾ പസിന്തു സൂര്യബന്ധാര 173 പന്തുകൾ 92 റൺസ്. സെഞ്ചുറിയിലേക്ക് അദ്ദേഹം പോകുമെന്ന് തോന്നിച്ച നിമിഷത്തിൽ പക്ഷേ സുതാറിൻ്റെ പന്തിൽ സ്റ്റംപ് ചെയ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതൊരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് ആണ്. നായകൻ ധനഞ്ജയ ഡി സിൽവ 23 റൺസുമായിട്ട് മടങ്ങിപ്പോയി. പിന്നെ നിറോഷാൻ ഡിക്വെല്ല 6 റൺസുമായിട്ടും മടങ്ങി. സൊനാൽ ദിനൂഷ 37 പന്തുകൾ 7 റൺസുമായിട്ട് വീണ്ടും ഒരു ചെറുത്ത് നിൽപ്പിനുള്ള കൂപ്പ് കൂട്ടുന്നുണ്ട്. ആദ്യ ഇന്നിങ്സിലെ സെഞ്ചുറി, പിന്നെ 80 മുകളിലുള്ളൊരു സ്കോർ. ഇപ്പോൾ ഇതാ ഈ പോയ ഇന്നിങ്സിൽ, 2-ാം ടെസ്റ്റിൻ്റെ പോയ ഇന്നിങ്സിൽ, അതായത് ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. വീണ്ടും കേശര നുവാന്തയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുമോ കാത്തിരുന്ന് കാണണം. നുവാന്ത 29 പന്തിൽ നിന്ന് 3 റൺസുമായിട്ട് ക്രീസിലുണ്ട്. ദിനൂഷ 7 റൺസുമായിട്ട് ക്രീസിലുണ്ട്. ഇന്ത്യക്ക് വേണ്ടി 2 വിക്കറ്റുകൾ മനവ് സുതാർ എടുത്തപ്പോൾ പ്രസിദ്ധ് കൃഷ്ണയും മുഹമ്മദ് സിറാജും സാരാംശ് ജെയിനും രവീന്ദ്ര ജഡേജയും ഓരോ വിക്കറ്റുകളാണ് എടുത്തത്. എന്തായാലും ടീം ഇന്ത്യ വിജയത്തിന് തൊട്ടരികിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.